ചായക്കട തുടങ്ങിയാൽ കോടികൾ ഉണ്ടാക്കാമോ? ദിവസം മിനിമം ഒരു 5 to 6 ചായ എന്തായാലും കുടിക്കും. അങ്ങനെ ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ചുമ്മാ ഒരു ചിന്ത, എന്നാ ഒരു ചായക്കട തുടങ്ങിയാലോ? ഒരു മിനിമൽ സെറ്റപ്പിന് എന്ത് കോസ്റ്റ് വരുന്നോ അത്യാവശ്യമായി വരുന്നത് ഒരു ഷോപ്പ്, അതിന്റെ റെന്റ് ഒരു 10,000, പിന്നെ എക്യുപ്മെന്റ്സ് മിനിമൽ സെറ്റപ്പിന് ഒരു 25,000 കൂട്ടാം, പിന്നെ മെയിനായിട്ട് ഗ്യാസ് സ്റ്റവ് ഒരു 10,000, ലൈസൻസിങ്ങും പേപ്പർ വർക്കിനും കൂടിയിട്ട് ഒരു 10,000, സ്റ്റാഫിന്റെ സാലറി ഒരു 15,000. ഇത്രയാണ് നമുക്ക് ഇനീഷ്യലി വരുന്ന ഒരു കോസ്റ്റ്. 500 ml ഒരു പാക്കറ്റ് പാലും ഉണ്ട്. ശരാശരി ഒരു 10 to 15 ചായ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഈ ചായ മുതലാളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ദിവസം 1000 ചായയൊക്കെ സുഖമായിട്ട് വിൽക്കാൻ പറ്റും. ഒരു ഗ്ലാസ്സിന് 12 രൂപ ഇൻറ്റു 1000 ചായ ഈക്വൽ ടു 12,000 രൂപ. റണ്ണിംഗ് കോസ്റ്റ് മാക്സിമം ഒരു 30 to 35% ആണ് മൂപ്പര കണക്ക്. അപ്പോൾ ശരാശരി ഒരു 4,200 രൂപയാണ് കോസ്റ്റ്. അങ്ങനെ 12 4,200 പോയാൽ 7,800 പെർ ഡേ ആണ് ചായയുടെ ഒരു പ്രോഫിറ്റ്. അപ്പോൾ മന്ത്ലി 2,34,000 രൂപ. അതിൽ ബാക്കി എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് നെറ്റ് ഒരു ഫിഗർ നോക്കിയാൽ അപ്രോക്സിമേറ്റ് 1.5 ലക്ഷം രൂപ ലാഭം. അത്യാവശ്യം നല്ലൊരു റഷുള്ള സ്ഥലത്തെ കണക്കാണ് ഈ പറഞ്ഞത്. പിന്നെയാണ് മനസ്സിലായത് ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ചായ മുതലാളിമാർ എങ്ങനെയാണ് കോടീശ്വരന്മാരായി നടക്കുന്നത്. ചായക്കട തുടങ്ങണമെന്ന് എപ്പോഴും പറയുന്ന നിങ്ങളെ ഞങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.